അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മുടെ ഉലുവ തലേ ദിവസം വെള്ളത്തിയിട്ട് നല്ല കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ സവാളയും ഉലുവയും കൂടെ നല്ലവണ്ണം അരച്ച് തലയിൽ തേക്കുന്നത് നല്ല കണക്ക് താരനൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഫ്ലാക്സീഡും എണ്ണയൊക്കെ തലയിൽ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇത് രണ്ടും ആക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉലുവയുടെ കൂട്ടത്തിൽ ചോറും ചെമ്പരത്തി ഇല ആര്യവേപ്പില ഒക്കെ തലയിലിടാറുണ്ട്. അതെല്ലാം മുടിക്ക് നല്ല മുടി വളരാനും താരൻ പോകാനും ഒക്കെ ബെറ്റർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തലയിൽ തേക്കുന്നതെന്നും ഇത് തേച്ച് കഴിയുമ്പോഴുള്ള മുടി എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് തലയിലിട്ട് സെറ്റ് ആയിട്ട് വരാം. ഇതായിട്ട് ഇങ്ങനെ തലയിൽ തേച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തൊരു വെള്ളമാണ് തേക്കാറ്. ഇപ്പം എങ്ങും പോകുന്നില്ല, വീട്ടിൽ നിന്നുള്ളത് അത് അതുപാട് തന്നെ തലയിൽ തേച്ചിട്ടുണ്ട്. ഇന്ന് 20 മിനിറ്റ് ഇരുന്നിട്ട് ഇതെങ്ങനെയാണ് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കും. അതുകൂടി കാണിച്ചത്. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഷാമ്പു ഇട്ടതുപോലെ മുടി കിടപ്പുണ്ട്. നല്ല സുഖമുണ്ട് തലയ്ക്ക്. ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു താരൻ്റെ, അതൊക്കെ മാറി നല്ല. ഇനിയിപ്പോൾ കാറ്റ് കൊണ്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കുണ്ടോ നല്ല ഉള്ളുള്ളതുപോലെ മുടി കിടക്കും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പണ്ടൊക്കെ ഷാമ്പു ഇല്ലാതിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തായാലും സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.